വൈക്കം സ്വദേശിയായ രേഷ്മ ജഗദീഷ് എന്ന വിദ്യാർത്ഥി സ്വാശ്രയ പ്രവേശവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സ്വാശ്രയ കോളേജുകൾക്കും സർക്കാരിനുമെതിരെ ഹൈക്കോടതി രൂക്ഷമായ പരാമർശം നടത്തിയിരുന്നു. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതിനെ അടുത്ത സിറ്റിംഗിൽ ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത്. ഇതെങ്ങനെ വാർത്തയായെന്ന് ബെഞ്ച് അഭിഭാഷകനോട് ചോദിച്ചു. കോടതിയിൽ അഭിഭാഷകരോട് സംശയങ്ങൾ ആരായുന്നത് പോലും കോടതി നിരീക്ഷണങ്ങളായി മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുവെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എന്നാൽ കോടതിയിൽ നടന്ന സംഭവം മാത്രമാണ് വാർത്തയായതെന്ന വാദത്തിൽ അഭിഭാഷകൻ ഉറച്ചുനിന്നു. ഇതിനെ തുടർന്ന് കോടതി വാക്കാൽ നടത്തുന്ന പരാമർശങ്ങൾ വാർത്തയാക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായമറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ, ബാർ കൗൺസിൽ, ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ എന്നിവരോട് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. കോടതിയിലെ എല്ലാ പരാമർശങ്ങളും വാർത്തയാക്കുന്നത് തടയണം. കോടതിയിലെ സംഭവങ്ങൾ വാർത്തയാകുന്നതിന് നിയന്ത്രണം വേണമെന്നും എജിയും ബാർ കൗൺസിലും ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച വിശദമായ സത്യവാങ്മൂലം പിന്നീട് നൽകാമെന്നും എജിയും ബാർ കൗൺസിലും ഹൈക്കോടതിയെ അറിയിച്ചു. ജനറൽ ബോഡിയിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം മറുപടി നൽകാമെന്ന് അഭിഭാഷക അസോസിയേഷനും അറിയിച്ചു. അന്തിമവിധി മാത്രം വാർത്തയാക്കിയാൽ മതിയെന്ന് കാട്ടി നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പൊതുതാൽപര്യ ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കാനും കോടതി തീരുമാനിച്ചു. ജസ്റ്റിസുമാരായ കെ ടി ശങ്കരനും പി ഡി രാജനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മീഡിയ 1 കൊച്ചി.